ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷം. ദൈവം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. അല്പനേശത്തേക്ക് ഒരു വേദഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ആർക്കി ശബ്ദമുയർത്തി വായിക്കാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായൻ്റെ 12-ാം വാക്യം ആർക്കി ശബ്ദമുയർത്തി വായിക്കാം. Deuteronomy chapter 11. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ, പ്രബോധനങ്ങൾ കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികളെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് എൻ്റെ സാക്ഷ്യം കൂടെ അല്പനേരം പറഞ്ഞ് ദൈവത്തിൽ ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം, ഈ സഭ ഏകദേശം നമ്മൾ ആരംഭിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം ഏകദേശം 4 വർഷം കഴിഞ്ഞു. എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ എനിക്ക് തോന്നുന്നു 9 പേരായിരുന്നു. നമ്മൾ കൃപ സിസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ 8 പേരും കൃപ സിസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു. 9 പേരായിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് 14ഓളം ആൾക്കാർ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക. ദൈവം ഒരു ഭാഗ്യം നൽകി. കർത്താവിന് മഹത്വം. വളരെ സന്തോഷം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളൊക്കെ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം മിനർവ സാക്ഷ്യം പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവദാസനെ ഓർക്കുന്ന പല അനുഭവങ്ങൾ പറയാറുണ്ട്. ഞാനിവിടെ ഹല്ലേലൂയ സ്തോത്രം UK വന്ന ശേഷം ഒരുപാട് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ട ദൈവദാസൻ എന്നെ ഒത്തിരി ചേർത്ത് എന്നെ ഹല്ലേലൂയ പല കാര്യങ്ങൾ ചെയ്യുകയും കുടുംബപരമായൊക്കെയും ഞങ്ങൾ ഒത്തിരി സഹകരിക്കുകയും ഒക്കെ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരായി ഈ ദേശത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കുമായിരിക്കുവാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് ഈ ഒരു ഹല്ലേലൂയ സ്തോത്രം ആരാധന നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ വളരെ ദൈവത്തിൽ പ്രാർത്ഥിച്ച കാര്യമാണ്. കർത്താവെ, പാസ്റ്ററും പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ആയിരക്കണക്കിന് വിശ്വാസികളല്ല ഞങ്ങൾ ദൈവത്തിൽ ചോദിച്ചത്. കർത്താവെ, ഒരു വിശ്വാസി ഈ ഒരു ചർച്ചിനകത്ത് വന്നാലും അവർ തികഞ്ഞ ആത്മാർത്ഥതയോടെ നിൽക്കണം, ദൈവസ്നേഹത്തിൽ ജീവിക്കണം. അതുമാത്രമല്ല, ദൈവത്തിനു വേണ്ടി അവർ ഫലം കായ്ക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയുള്ള വിവിധമായ കാഴ്ചപ്പാടുകൂടെയാണ് ശുശ്രൂഷകൾ മുൻപോട്ട് പോകുന്നതെങ്കിലും കർത്താവിൻ്റെ കൃപയാൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ വിശ്വാസികൾ അങ്ങനെയുള്ളവരാണ്. ദൈവകൃപയാൽ ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുവെങ്കിലും കർത്താവ് ഇത്രത്തോളം നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. കാരണം ഞാൻ പലപ്പോഴും ദൈവവചനം പല സഭകളിലും അറിയാമല്ലോ, ദൈവസഭയ്ക്കകത്ത് അടി ബഹളം അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് ഒരു കോമണായി കണ്ടുവരുന്നൊരു ഭാഗമാണ്. ഞാൻ വളരെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന വിഷയമാണ്. കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്കകത്ത് അങ്ങനെ ഒരു അനുഭവം വരരുതേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപയാൽ ഇതുവരെയും അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ദൈവം വരുത്തിയില്ല. രണ്ടാമത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ദൈവവചനം ഉൾക്കൊള്ളുന്ന വിശ്വാസികളെ ഞങ്ങൾക്ക് നൽകണം. അവരത് ഉൾക്കൊണ്ടില്ല എങ്കിൽ ഞങ്ങൾക്കൊരു യാതൊരു കാര്യമില്ല. ഞാൻ പലപ്പോഴും വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഹല്ലേലൂയ പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ട ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ഹല്ലേലൂയ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് തോന്നുന്നു ആദ്യമായിട്ട് പ്രിയപ്പെട്ട 2 അച്ചായന്മാർ ഫാമിലി വന്നത്. കൃപയാൽ അവർ നമ്മുടെ ചർച്ച് വളരെ അനുഗ്രഹമായി തന്നെ പോകുന്നവർക്ക് സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരൊക്കെ പലപ്പോഴും അവർ അല്ലെങ്കിൽ എന്നോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴാണോ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, പറയുന്ന വചനങ്ങൾ വ്യക്തമായി അത് അനുവർത്തിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇതിനേക്കാളൊരു സന്തോഷം ഒരു ദൈവദാസനകത്ത് എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ പലപ്പോഴും ഇവിടെ സംസാരിക്കുന്നൊരു കാര്യമാണ്, ഒരു അല്ലെങ്കിൽ സ്തോത്രം 10 പൗണ്ട് അല്ലെങ്കിൽ 5 പൗണ്ട് അല്ലെങ്കിൽ 10,000 പൗണ്ട് തന്നാലും എനിക്കതിനകത്ത് സന്തോഷമില്ല. കാരണം അതെല്ലാം 1 പൗണ്ട് തന്നാലും 10,000 പൗണ്ട് തന്നാലും എനിക്ക് ഒരേ ഒരു സന്തോഷമേ ഉള്ളൂ. ദൈവം അവരവർക്ക് നൽകുന്ന നന്മയ്ക്കനുസരിച്ച് ദൈവം കൊടുക്കുന്നു. അത് അവരും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷേ എനിക്കേറെ സന്തോഷം വരുന്നത് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സമയങ്ങൾ വേർതിരിക്കുകയും ആത്മീയപരമായ കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ ആത്മീയപരമായി അവർ ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ ഇതിനേക്കാൾ വളരെ സന്തോഷമില്ല. പ്രൈസ് ദി. ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയമായിരുന്നു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു വിശ്വാസത്തെ ഞാൻ പലപ്പോഴും സഹോദരിമാരൊക്കെ ലിസസ്റ്ററൊക്കെ എനിക്ക് പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്, പാസ്റ്ററെ, ഞാനൊരിക്കലും ഞങ്ങളുടെ കെയർ ഹോമിൽ ഉറങ്ങത്തില്ല. കാരണം ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവമാണ്. ഞാനിത് വളരെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇവിടെ വെച്ചിരിക്കുന്ന ട്രാക്റ്റാണ് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഏറെ ഇവിടെ വന്ന സമയം മുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു വിഷയമാണ്, കർത്താവേ, ദേശത്ത് സുവിശേഷവുമായി എനിക്ക് പോകണം.
എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം നമ്മുടെ വിശ്വാസികൾ വളരെ കുറവാണ്. അങ്ങനെ പോകുവാൻ പറ്റുന്ന സാഹചര്യവുമല്ല. ദൈവദാസനും അതുപോലെ ബിസിയാണ്, ഞാനും അതുപോലെ ബിസിയാണ്. അപ്പം അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളുണ്ട്. എങ്കിലും പലരോട് സുവിശേഷം പറഞ്ഞ ഒരു ഭാഗ്യം നൽകിയിട്ടുണ്ട്. അനേകം പേരോട് ദൈവകൃപയാൽ അനേകം പേർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ വ്യക്തിപരമായി ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ പലരും ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനൊക്കെ ഉള്ളൊരവസരം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് ഈ ദേശത്ത് വന്ന ശേഷം. പക്ഷേ സുവിശേഷം പറയുവാൻ മറ്റു മാധ്യമങ്ങളില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം അല്ലയോ സ്തോത്രം, പ്രിയപ്പെട്ട ഷെറിൻ സിസ്റ്റർ ഒരു ദിവസം പറഞ്ഞു, പാസ്റ്ററേ നമുക്കൊരു നല്ല ട്രാക്റ്റ് ഉണ്ടെങ്കിൽ ഈ ദേശത്തിൽ നമുക്ക് സുവിശേഷമായി പോകാം. 2 ദൈവദാസന്മാർ അതിന് റെഡിയാണല്ലോ, നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു. സത്യത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടന്ന ഒരു ആശയമായിരുന്നു അത്. അന്ന് എനിക്ക് മനസ്സിലായി ദൈവാത്മാവ് നമ്മുടെ സഭയെ സ്നേഹിക്കുന്നു മനസ്സിലാകുന്നു. ഞാൻ ആരോട് പോലും ഞാൻ ആലോചിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ ട്രാക്റ്റിന് വേണ്ടി ഞാൻ എഴുതുവാനിടയായിരുന്നു. കാര്യങ്ങൾ സംസാരിച്ച് എൻ്റെ ഒരു വലിയ സ്തോത്രം ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ദൈവകൃപയാൽ ഈ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്നും ഇവിടെ വരുവാനിടയായി തീർന്നു. ഈ 2026 നമ്മൾ സഭ ഒരുമിച്ച് നിന്ന് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സുവിശേഷമായി ദേശത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാനൊരു കാര്യം കൂടെ ആത്മാർത്ഥം, എനിക്ക് വിഷമം വന്ന ചില കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഇന്ന് ഈ വർഷത്തിൽ നമ്മൾ തീർത്തിട്ട് പോകണം ഇവിടെ വിഷയങ്ങൾ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന ചില വിഷമങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആത്മീയ കാര്യങ്ങൾ ആ ഗ്രൂപ്പിനകത്ത് ഇടുമ്പോൾ ഒരൊറ്റ മനുഷ്യർ പോലും പലപ്പോഴും അതിനെ ഒരു ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതും എനിക്ക് വളരെ സങ്കടകരമാണ് കേട്ടോ. സത്യമായിട്ട് പറയുന്നു, മനഃപൂർവ്വമായി പറയുന്നത്. ഞാൻ ഒരു വിഷയം പറയുമ്പോൾ, അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്ന നല്ല കാര്യം, പരിജ്ഞാനത്തോടെ നിൽക്കുക. പക്ഷേ ദൈവവചനം പറയുമ്പോഴും അതുപോലെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിനകത്ത് ഇട്ടു, 2 പേര് സുവിശേഷം പറഞ്ഞു, ദൈവം അനുവദിച്ചാൽ വരുമെന്ന് പറഞ്ഞു. ഒരൊറ്റ വിശ്വാസികൾ പോലെ അത് കേൾക്കുകയോ അതിനൊരു മറുപടി നൽകിയില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ, ഈ സുവിശേഷപരമായിട്ട് ഈ ദേശത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. ഞാനത് വിശ്വസിക്കും. അങ്ങനെയുള്ള വിശ്വാസ്യ ദൈവം തന്നു. നമുക്കറിയാം ഷെറിൻ സിസ്റ്ററൊക്കെ ഞാൻ അവിടെ പോയി, അവരുടെ ഭവനത്തിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, നല്ല ഒരു കെട്ടുറപ്പുള്ള നല്ല ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ്റെ മകളാണ്. അതുപോലെ നമ്മുടെ കൂടെയുള്ള ദൈവദാസനല്ലോ അതുപോലെ കെട്ടുറപ്പുള്ള പാരമ്പര്യപരമായി കർത്താവിനുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പാരമ്പര്യം വേറെ ഇല്ല കേട്ടോ. കാരണം ഞാൻ ഹൈന്ദവ മാർഗത്തു നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ പറയുവാൻ ഒരു ഇതില്ല. പക്ഷേ കൃപയാൽ ഞാൻ അവരുടെയൊക്കെ ഭവനങ്ങളിൽ പോയി എനിക്ക് മനസ്സിലായി, ഒരു കെട്ടുറപ്പുള്ള സഭയാണ്, കെട്ടുറപ്പുള്ള ഭവനമാണ്. ഞാൻ പ്രിയപ്പെട്ട അച്ചായന്മാരുടെ ഭവനത്തിൽ പോയി, അവിടെ ആ അമ്മയുടെയൊക്കെ ആ ഒരു ആത്മീയ ആ ഒരു കാഴ്ചപ്പാട് എന്നെ പറഞ്ഞ് വളരെ സന്തോഷം തോന്നി. കാരണം അത്ര ആത്മീയ കെട്ടുറപ്പുള്ള സഭയാകയാൽ ഞാൻ പറയുന്നു, നമ്മളെ കൊണ്ട് ചുമ്മാ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, നമ്മൾ ദൈവസേന എന്ത് ചെയ്യണം? കർത്താവിന് മുമ്പിൽ കയറി വരണം. 2ാമത്തെ കാര്യമെന്ന് പറയുന്നത് ദേശത്ത് സുവിശേഷമായി ഇറങ്ങണം. നമ്മൾ ആ ഗ്രൂപ്പ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആരും പരസ്പരം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ വിഷമുണ്ടെങ്കിൽ പറഞ്ഞങ്ങ് തീർക്കുക. ദൈവസേന ഇന്ന് 2025 അവസാനമാണ്, ഇതെല്ലാം അങ്ങ് തീർത്തോണം, വിട്ടോണം. എന്നിട്ട് 2026 പ്രവേശിക്കുമ്പോൾ ദൈവവചനം പറയുമ്പോഴോ അതിനകത്തൊരു പ്രാർത്ഥനാ വിഷയം പറയുമ്പോഴോ ഞാൻ വളരെ സങ്കടകരമായിട്ടൊരു പ്രാർത്ഥന വിഷയം പറഞ്ഞപ്പോൾ ഒരൊറ്റ വ്യക്തികൾ പോലും ഒരു പ്രാർത്ഥിക്കാൻ പാസ്റ്റർ എന്ന് പോലും പറയുന്നില്ല. കാരണം ഇവിടെ ഏത് വിഷയം വന്നാലും നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊരു വിവാദമായിട്ടോ പ്രശ്നമായിട്ടോ എടുക്കാനല്ല. നമ്മുടെ സഭ ഒരുമിച്ച് പോകണം, എന്നാലേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എന്നേക്കാളും ഞാൻ പലപ്പോഴും അറിയുന്ന 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ദൈവസന്നിധി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവഭക്തന്മാരാണ് നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ പറയുന്നു, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ ശരി പാസ്റ്റർ എന്ന് പറയണം. ഞാൻ പറഞ്ഞു പലരും കണ്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ നമ്മൾ 2026 പ്രവേശിക്കുമ്പോൾ നല്ല ഒരു തീരുമാനത്തോടെ വരണം. ആർക്കും പരസ്പരം ഒരു വിഷമം വരരുത് ഇവിടെ. കാരണം ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട സമയമാണ്. ഞാൻ പറഞ്ഞില്ലേ, സഭ 3ാം ഘട്ടത്തിലാണ്. ഒന്ന് വിശുദ്ധീകരണത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരുന്നു, 2ാമത് സ്തുതിക്കുന്നൊരനുഭവം. പലരും ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. 3ാമത്തെ ഘട്ടമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടന്ന ശേഷമാണ് സുവിശേഷം പ്രവർത്തിക്കേണ്ടത്. കാരണം ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള പാസ്റ്ററിനറിയാം, ഇവിടെ നിന്ന് 3 മണിക്കൂർ അപ്പുറത്തു നിന്നൊരു മുസ്ലിം സഹോദരി ഇവിടെ കടന്നു. ചിന്തിച്ചു പോകണം. അപ്പോൾ കർത്താവ് നമ്മുടെ സഭ എത്രമാത്രം സ്നേഹിക്കും. എത്ര ബ്രിട്ടീഷുകാർ ഇവിടെ കടന്നു വന്നു, എത്ര ആഫ്രിക്കയിലുള്ള സഹോദരങ്ങൾ കടന്നു, സഹോദരിമാർ കടന്നു വന്നു, ഒത്തിരി പേർ ദേശത്തിനകത്ത് അനേകം പേർ കടന്നു വന്നു. ഞാൻ പറഞ്ഞു വന്നത്, അവരെയൊക്കെ നമ്മൾ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നു, നമുക്ക് പറ്റും.
നമുക്ക് കഴിയാത്ത ഇവിടെ ആരുമില്ല. ദൈവകൃപയാൽ എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരാണ്. ഒരുമിച്ച് നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം സഹായിക്കട്ടെ. വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ആവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 12-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ന്യൂ ഇയർ ആവൺ സമയമായല്ലോ, പെട്ടെന്ന് തന്നെ ആ വിഷയത്തിലേക്ക് കടത്താൻ കർത്താവ് സഹായിക്കട്ടെ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് കേൾക്കുവാനിടയായി തീർന്നത്. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ആരുടെ ദൃഷ്ടി? യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കുന്നു. നമുക്കൊന്ന് മനഃപൂർവ്വമായി പറയാൻ പറ്റുമോ? കർത്താവേ, ഇനി പ്രിയപ്പെട്ട സഹോദരി ഇന്ന് സാക്ഷ്യം പറഞ്ഞു എനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് പറയുന്നത്, ജീവിതത്തിൽ കർത്താവ് സഹോദരി മാത്രമല്ല, നമ്മുടെ ഓരോരുത്തർ അനുഭവങ്ങൾ. എൻ്റെ അനുഭവം ഞാൻ എനിക്ക് ഷെയർ ചെയ്തിട്ടൊന്നും അറിയത്തില്ല. എനിക്ക് ഒരിക്കൽ അല്ലെങ്കിൽ സ്തോത്രം കിഡ്നി ഫെയിലുവറായിട്ട് എൻ്റെ ഡയാലിസിസിന് വേണ്ടി മെഡിക്കൽ കോളേജിലുള്ള സജീവ് ഡോക്ടർ എന്ന് പറഞ്ഞു, അതായത് എൻ്റെ ചർച്ചിലൊരു പാസ്റ്റർ, ഞങ്ങളുടെ സൈമൺ പാസ്റ്റർ, ആ പാസ്റ്റർ വലിയ ചർച്ചാണ്, നമ്മുടെ മാതൃ ചർച്ച്. ആ ചർച്ചിലെ പ്രിയപ്പെട്ട പാസ്റ്ററുടെ വൈഫും കുഞ്ഞും മകനും 27 വയസ്സായ മകനും 40 വയസ്സായ പ്രിയപ്പെട്ട സഹധർമ്മിണിയും വളരെ വിശ്വസ്തത നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയും ഇതേ അസുഖത്താൽ ഈ ലോകം വിട്ടുപോയി. ആ സാഹചര്യത്തിലാണ് എനിക്ക് വിഷയം ഉണ്ടാകുന്നത്. ഇത് അറിഞ്ഞ് പാസ്റ്ററിന് ഭയങ്കര സങ്കടം തോന്നി. കാരണം എത്രയും വേഗം സജീവ് ഡോക്ടറുമായി ഡയറക്റ്റായിട്ട് പാസ്റ്റർ എന്നെ കണക്ട് ചെയ്യിപ്പിച്ച് ഞങ്ങളൊരു ദിവസം പിറ്റേന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി, കാരണം 3.8 ആയിരുന്നു എൻ്റെ ഇതെന്ന് പറയുന്നത്. 3.6 ഉണ്ടെങ്കിൽ ഡയാലിസിസ് ചെയ്യണം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഭാര്യയുമായി ചേർന്ന് രാവിലെ ഇവിടെ നിന്ന് 4 മണിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിൽ പോയി ചെന്ന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, സാധനങ്ങളെല്ലാമായിട്ട്. ഞാനവിടെ പോയി. പക്ഷെ തലേ ദിവസം ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച കരഞ്ഞ ദൈവസന്നിധി പറഞ്ഞൊരു കാര്യം, കർത്താവേ, നാളെ ഞാൻ ഡയാലിസിസ് ചെയ്യുന്നെങ്കിൽ എനിക്ക് ജീവിക്കണ്ട. കർത്താവ്, എനിക്ക് എൻ്റെ ശരീരത്തിൽ ദൈവം പ്രവർത്തിക്കണം. കാരണം അങ്ങനെ ഒരു രോഗത്തോടെ എനിക്ക് ജീവിക്കാൻ അന്നത്തെ സമയത്ത്, എനിക്ക് ഇന്നത്തെ സമയത്ത് പറ്റും. കാരണം ദൈവൻ ആത്മീയമായി ഒന്നുകൂടെ എന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ സമയത്ത് പറ്റത്തില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവം എനിക്ക് ബലം നൽകണം. അന്ന് രാത്രി ദൈവസന്നിധി ഇരുന്നു, ഒത്തിരി നേരം ദൈവസന്നിധി ഇരുന്ന് കരഞ്ഞു. പിറ്റേന്ന് രാവിലെ അവിടെ പോയിട്ട് അദ്ദേഹം പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ അങ്ങനെ സിസ്റ്റമുണ്ട്, ആരൊക്കെ തന്നെ എവിടെ നിന്നൊക്കെ ഇത് ചെയ്താലും ടെസ്റ്റ് ചെയ്താലും അവരുടെ ലാബിൽ പോയി ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. ഒരു ടെസ്റ്റ് കടന്ന് അവിടെ കൊണ്ടുപോയി പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കളിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെന്ന് മനസ്സിലായില്ല. പിന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 1.2 1.0 ആയിരുന്നു എൻ്റെ ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് 3.8 തലേ ദിവസമായിരുന്ന അതേ ഇതിനെ 1.2 1.3 അല്ലെങ്കിൽ 1.1 നടത്തി ഇന്നയോളം ഈ സമയത്തോളം അതിൻ്റെ ഒരംശം പോലും വർദ്ധിക്കുവാൻ അനുവദിക്കാതെ കർത്താവ് നമ്മെ എത്രത്തോളം സൂക്ഷിച്ച് നടത്തിയെങ്കിൽ ദൈവത്തിൻ്റെ കൃപയല്ലാതെ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരം ഇവിടെ പറയുന്നു, ആണ്ടിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി എൻ്റെ മേലുണ്ടായിരുന്നു. നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും, കർത്താവേ, ഈ 2025 ആരംഭം മുതൽ ഇന്നയോളം അങ്ങയുടെ ദൃഷ്ടി എൻ്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നിൽക്കുവാനിടയായിരുന്നു. പ്രിയപ്പെട്ട അമ്മാമ ദൈവസന്നിധി സാക്ഷി പറഞ്ഞല്ലോ, അനേകം കുഞ്ഞുങ്ങൾ, നമുക്കറിയാം നമ്മുടെ ദൈവദാസന്മാരുടെ ഉൾപ്പെടെ അനേകം തലമുറകൾ തെറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഹല്ലേലൂയ. പക്ഷേ പ്രിയപ്പെട്ട മക്കളെ ദൈവം പരിപാലിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ദൈവം ഭാഗ്യം നൽകി. അവർ അതേ അപ്പൻ്റെ അമ്മയുടെ സാക്ഷ്യങ്ങളെ സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളായി തീർന്ന് ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇത്രത്തോളം നടത്തി. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരസ്യമായി ജലത്തിൽ സാക്ഷിക്കുവാൻ, അവർ കുടുംബമായി കർത്താവിനെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ ദൈവം കൊടുത്ത ഭാഗ്യം എത്രയോ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമല്ലയോ? ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ജീവിതത്തിൽ തകർന്നു പോകേണ്ട മേഖല ഉണ്ടായിരുന്നു, ഒതുങ്ങിപ്പോകേണ്ട മേഖല ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവ് നമ്മെ ഇത്രത്തോളം നടത്തിയത് ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടായിരുന്നത് കൊണ്ടാണ്. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഹല്ലേലൂയ സ്തോത്രത്തോളം നമ്മെ നടത്തുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹല്ലേലൂയ പറയുന്ന ഭാഗമുണ്ട്, അങ്ങനെ ദൃഷ്ടി എൻ്റെ മേലുണ്ടപ്പോൾ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് കമ്പിവാചകത്തിൽ പറയാൻ ആഗ്രഹിക്കും. അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആണ്ടിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനം വരെ കർത്താവിന്റെ ദൃഷ്ടി നമ്മുടെ മേലുള്ളപ്പോൾ ഒന്നാമത് നാം ചെയ്യേണ്ടത് എന്താ? ദൈവത്തെ നാം സ്നേഹിക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ചുമ്മാ ഞാനൊരു വിശ്വാസി എന്ന് പറയുന്നതല്ല, ചുമ്മാ ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നില്ല. അപ്പാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം.
ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കില്ലേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മോട് ചോദിക്കാറില്ലേ, അപ്പാ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, പപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ വാചകം കേൾക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാവും സന്തോഷമില്ല. അങ്ങനെ നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ ഇതുപോലെയാ. ഒരപ്പനെ പോലെ ദൈവജനം എന്താ പറയുന്നത്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ആ സ്നേഹമാണ് നമ്മുടെ സ്നേഹം എന്ന് പറയും, കർത്താവിൻ്റെ സ്നേഹം. ആ അപ്പച്ചനോട് ചോദിക്കണം, ഇടയ്ക്കൊന്ന് മാറിയും ചോദിക്കാൻ പറ്റും, അപ്പാ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്കൊന്ന് ഇടയ്ക്കൊന്ന് ദൈവത്തോട്, ഇന്ന് രാത്രി ഈ സമയത്ത് 2026 പ്രവേശിക്കാൻ വെറും 4 മിനിറ്റ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനു മുമ്പേ നമുക്കൊന്ന് ചോദിക്കാം, അപ്പാ ഈ 2025 എനിക്ക് പലപ്പോഴും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവേ, ഈ 2026 ഒരു നിമിഷം പോലും അപ്പൻ്റെ സ്നേഹം വിട്ടൊരു നിമിഷം എനിക്ക് വേണ്ട. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ അങ്ങയുടെ സ്നേഹം എനിക്ക് വേണം, കർത്താവേ അങ്ങയുടെ സ്നേഹം എനിക്ക് വേണം. അങ്ങയുടെ സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് പകൽ, ഇന്ന് ഈ സമയത്ത്, ഈ പ്രഭാസമയത്ത് കർത്താവിനെ സ്തുതിക്ക് ഒരു ഭാഗ്യം നൽകുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ഒന്നാമതായി പറയുന്ന കാര്യം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ കൽപ്പനകൾ എന്ത് ചെയ്യണം, അനുസരിക്കണം. രണ്ടാമത്തെ ഭാഗം അതിന്റെ 18ാമത്തെ വാക്യം വായിച്ചേ. ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും. അപ്പൊ രണ്ടാമത്തെ ഭാഗം എന്താ? ഒന്ന്, ദൈവത്തെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. ആടിന്റെ ആരംഭം മുതൽ അവസാനം ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് ചെയ്യണം, സ്നേഹിക്കണം. രണ്ടാമത് എന്തോ പറയുന്നത്, ഇവിടെ പറയുന്നൊരു കാര്യം, വചനം ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിക്കണം. ഒന്ന്, യഹോവ എന്ത് ചെയ്യണം, ദൈവത്തെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. രണ്ട്, എന്ത് ചെയ്യണം, ദൈവവചനം ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിക്കണം. മൂന്നാമത്തെ ഭാഗം അതിന്റെ വാക്യം വായിച്ചേ, അതിന്റെ 19ാമത്തെ വാക്യം വായിച്ചേ. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻസ് ആ. ഞാൻ ഈ കഴിഞ്ഞ നാൾ അനേകം ദിവസങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ സംസാരിക്കേണ്ട ദൈവഹിതമില്ലാതെ ഒറ്റ വാക്ക് പറയും. ഇന്ന് രാത്രി, ഇന്ന് ഈ പ്രഭാസമയം നമ്മൾ തീരുമാനം, കർത്താവ് 2026 അങ്ങേക്ക് ഹിതമല്ലാത്ത ഒരു വാക്ക് നമ്മുടെ വീട്ടിൽ വരത്തില്ല, വ്യക്തിപരമായ ജീവിതത്തിൽ വരത്തില്ല. അങ്ങനെ ഒരു തീരുമാനത്തോടെ എത്ര ഇവിടെ പറയുന്നത്, നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇങ്ങനെ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വർഷം, ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നമുക്ക് സ്തോത്രത്തോടെ സ്തുതിയോടുകൂടെ, നമുക്ക് 2 മിനിറ്റ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. സ്തോത്രത്തോടും സ്തുതിയോടുകൂടെ ഹല്ലേലൂയ ഈ 2026 വർഷത്തെ നമുക്ക് വരവേൽപ്പിക്കാം. ഒരു നിമിഷം എല്ലാവരുടെ ഹല്ലേലൂയ ഹല്ലേലൂയ അധരങ്ങൾ ഉയർത്തിക്കൊണ്ട്, എല്ലാവരുടെയും അധരങ്ങൾ ഉയർത്തി അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നീ എത്ര വലിയവനാണ്, കർത്താവേ നീ എത്ര വലിയവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ 2025 ആരംഭം കണ്ട് നമുക്ക് ഇത്രത്തോളം നമുക്ക് ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരു ഭാഗ്യം കൂടെ നൽകി. കുടുംബമായി രാപ്പാർക്കുവാൻ ദൈവം ഒരു ഭാഗ്യം നൽകി. അനേകം പേർ ഹല്ലേലൂയ, ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന അനേകം കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ, പലരും പലവിധമാകുന്ന അസുഖങ്ങളാൽ ഐസിക്കകത്തും പലതും ഒക്കെ ആയിരിക്കുമ്പോൾ അവരെയും ദൈവം പരിപാലിക്കുന്നു. എങ്കിലും കർത്താവ് നമ്മെ ഹല്ലേലൂയ അതിലൊന്നും കൂടാതെ 2025 അവസാന സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടി 2026 വരവേൽക്കുവാൻ ദൈവം ഒരു ഭാഗ്യം നൽകിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് എല്ലാവരും കണ്ണുകൾ മൂടി അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും അല്പനിമിഷം ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ അങ്ങ് പരിശുദ്ധൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ അങ്ങ് പരിശുദ്ധൻ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കർത്താവേ ഞങ്ങൾക്ക് 2026 പ്രവേശിക്കുവാൻ സ്വർഗം ഒരു ഭാഗ്യം നൽകിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ആധരങ്ങൾക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ, ദൈവം നന്ദിയോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ, നന്ദിയോടെ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുവാൻ, ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളെയും കർത്താവെ അതിനായി നയിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും അല്പ നിമിഷം കരങ്ങളടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ഹല്ലേലൂയ 2024 പ്രവേശിക്കുവാൻ സ്വർഗം നൽകി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയാം, കർത്താവേ ഈ 2026 എന്റെ നന്മയുടെ വർഷമായി തീരട്ടെ, എന്റെ നന്മയുടെ വർഷമായി തീരട്ടെ, എന്റെ കുടുംബത്തിന്റെ ഒരു നന്മയുടെ വർഷമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ശത്രുവേ, നിനക്ക് എന്റെ ഈ കുടലിലും എന്റെ കുടുംബത്തിന്മേലോ എന്റെ ശരീരത്തിന്മേൽ അവകാശമില്ല. യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തോട് വെല്ലുവിളിക്കുന്ന, എന്റെ ജോലിയോട് വെല്ലുവിളിക്കുന്ന, എന്റെ കുടുംബത്തോട് വെല്ലുവിളിക്കുന്ന, കുടുംബമായി രാപ്പാർപ്പിക്കുന്ന വെല്ലുവിളിക്കുന്ന ചില അന്ധകാര വ്യാപാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർക്കുന്ന ഒരു വർഷമായി തീരട്ടെ. 2026 കർത്താവേ ഒരു നന്മയുടെ വർഷമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ദൈവ പ്രവർത്തിക്കായി കർത്താവേ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ കുടുംബമായി, ഞങ്ങളുടെ സഭയായി ഞങ്ങൾ ഒരുമിച്ച് അപ്പന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വർഷമായി തീരട്ടെ. ഈ ഒരു വർഷം കർത്താവ് ഒരു ശത്രുവും തൊടുവാൻ അനുവദിക്കാതെ ഞങ്ങളുടെ കുടുംബങ്ങളെ പരിപാലിക്കണം. കർത്താവേ ഇന്ന് അഭിമുഖീകരിക്കുന്ന വേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശാരീരിക അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജീവിതത്തിലുള്ള പല വിഷയങ്ങൾ ഭാരപ്പെടുന്ന എല്ലാ അനുഭവങ്ങളും കർത്താവേ ഒരു വിടുതൽ കണ്ട കൃപയ്ക്കായി സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. 2026 പ്രാരംഭം കാണും സ്വർഗം നൽകിയ ഈ നല്ല അവസരത്തിനായി ഹല്ലേലൂയ. എല്ലാവരും നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട ദൈവദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ, 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 ആമേൻ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, 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 ആമേൻ. ഉടബരദലദല ബശംധന വൈഡബാരഗന ഹംധനാരഗന ഗടഗസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഉടബരദലദലദല ബശബലബലദിഗന ഗട ഹംധന വൈഡബാരഗന ദിഗന ഗടഗസ്യ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. Bless in the name of Jesus. ആമേൻ. ദൈവം നമുക്ക് അനുഗ്രഹമായ ഒരു വർഷത്തിനായി സ്തോത്രം ചെയ്യാം. നാം നിൽക്കുന്ന സമയത്തിൻ്റെ സങ്കീർത്തന പുസ്തകം 128 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് നമുക്ക് വായിക്കാം. 128 സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹല്ലേലൂയ സങ്കീർത്തനമാണല്ലോ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. Psalms chapter 128 പ്ലീസ്. 128 എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഒരുമിച്ച് നമുക്ക് വായിക്കാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും
നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലിരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നും അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൽ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേൽ മേ സമാധാനം നൽകുമാകട്ടെ. അനുഗ്രഹിക്കും. സംഗീതത്തോട് വല ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാം സ്ഥാനങ്ങിരിക്കാം. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പുതുവർഷ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. വലിയ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. 2026 നമ്മുടെ വർഷമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നാളുകളാണ്. നമ്മൾ വിശ്വസിച്ചോണം. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വചനത്തിൽ ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ ദൈവസഭയുള്ള ബന്ധത്തിൽ ഞാൻ പ്രാർത്ഥിച്ചൊരു വിഷയമായിരുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, എല്ലാ കുടുംബങ്ങളിലും, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. നമ്മുടെ കുടുംബങ്ങളിൽ, എല്ലാ കുടുംബങ്ങളിലും ഓരോ അത്ഭുതങ്ങൾ കർത്താവ് നന്മയ്ക്കായ ഒരു അടയാളം പ്രവർത്തിയ ദൈവത്തെ പ്രാർത്ഥിച്ചു. അതെന്തിനാണെന്നറിയാമോ? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും സ്തുതിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടുമെന്നും നമ്മൾ അറിയാനാണ് യഥാർത്ഥ ദൈവത്തിൽ പ്രാർത്ഥിച്ചത്. ഞാൻ മാത്രമല്ല, ദൈവദാസനും അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതുപോലെ നമ്മുടെ എല്ലാ കുടുംബങ്ങളും നന്മകൾ അനുഭവിച്ചു. അസാധ്യമേ മേഖലകളാണ് ദൈവം പ്രവർത്തിച്ചല്ലേ. ഞാൻ പറയുന്നത് മറ്റാരുടെയും കഴിവില്ല കേട്ടോ. ഇപ്പം ലൈസൻസ് കിട്ടി, അതൊക്കെ അവരുടെ സ്വന്തം പ്രയത്നത്തെ 100% ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതിലോടുകൂടെ ദൈവകൃപയുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്കത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ അനുഭവിച്ചിട്ടുള്ളതുണ്ടോ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന സാഹചര്യം, കർത്താവ് ഓരോ കുടുംബങ്ങളിലും പ്രവർത്തിച്ചു. കൃപസിസ്റ്റർ കാര്യത്തിൽ COs കിട്ടത്തില്ല എന്ന് കർത്താവ് പ്രവർത്തിച്ചു. അച്ചായൻ്റെ കാര്യത്തിൽ എല്ലാ അച്ഛനും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. പാസ്റ്റർ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിച്ചു. അല്ലെങ്കിൽ ഈ ദേശത്ത് അനേകം പേർ ഒത്തിരി കാശുണ്ടായിരുന്നൊരു വീടൊന്നും മേടിക്കാൻ പലർക്കും പറ്റുന്നില്ല. കർത്താവിൻ്റെ കൃപയാൽ അതും അല്ലെങ്കിൽ ആ ദേശത്തും നിങ്ങൾക്ക് ആ വീട്ടിലറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം. ആ ഒരു റോഡ് കാരണ സ്ഥലത്ത് ദൈവം തൻ്റെ മക്കൾക്കൂടെ ഏറ്റവും നല്ലത് കൊടുക്കുന്നേ. ആമേൻ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്നാനശുശ്രൂഷ കുടുംബത്തിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. എല്ലാ കുടുംബങ്ങൾ ദൈവം ഒരു നന്മയ്ക്കായി പ്രവർത്തിച്ചു. എന്തിനാണെന്നറിയാം ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ച, കർത്താവ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി അടുത്ത് നമ്മൾ വളരണം. ആത്മീയത്തിൻ്റെ നമ്മൾ വളരണം. ദയവായി ഞാൻ പറയുന്നു, ദൈവവിശ്വാസികൾ നിങ്ങൾ വളരണം. നമ്മൾ വളർന്ന ശേഷം ഇനി അടുത്ത തലമുറ ഇതുപോലെ വരും. അവർക്ക് വേണ്ടി ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് അവർക്കൊരു നന്മയ്ക്ക് അടയാളം പ്രവർത്തിക്കണമേ. ഞാനൊരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഭാഗം എന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന പോലെ കേട്ടോണം. ഓക്കെ ആണെങ്കിൽ മാത്രം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇത് തന്നെയാണ് ഞാൻ ദൈവസഭയോടും പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കണം. ദൈവവചനം പറയുന്ന പോലെ അനുസരിച്ചോളൂ. എന്താണ് പറയുന്നത്? സ്തുതിച്ചാൽ ദൈവമഹത്വം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞോ? ലിസൈസ്റ്റർ അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞതാണ്, തലേ ദിവസം രാത്രി ഉറങ്ങുവാൻ പോലും പറ്റിയില്ലെന്നാണ് പറഞ്ഞത്. ആ ലൈസൻസിൻ്റെ ടെൻഷൻ. ശരിയായിരുന്നു അച്ഛാ, ഉറങ്ങാൻ പോലും പറ്റിയില്ല. അപ്പോൾ അവർ എന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിച്ചു. പിറ്റേന്നും അച്ഛൻ ദൈവത്തെ സ്തുതിച്ചോണ്ടാണ് ഡ്രൈവ് ചെയ്തത് അല്ലേ അച്ഛാ? അപ്പം ഞാൻ പറഞ്ഞു, സ്തുതിച്ചു കഴിഞ്ഞ ദൈവമഹത്വം വെളിപ്പെടുന്നു. മനസ്സിലായോ? ഈ സഭയ്ക്കകത്ത് വന്ന് ദൈവദാസന്മാരൊക്കെ ഇരുന്ന് ഞാൻ കണ്ടുകൊണ്ട് ലൈസൻസിൻ്റെ കാര്യം പറയുമ്പോൾ പാസ്റ്റർ പലപ്പോഴും കണ്ണുനീരോടെ കരഞ്ഞിവിടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അപ്പം അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്നേഹത്തോടെ നിന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഉറപ്പായോ? അങ്ങനെയാണ്. ഇനി എന്തുവാ ചെയ്യേണ്ടേ? ഇനി എന്താ? പാസ്റ്റർമാർ പ്രാർത്ഥിച്ചല്ല നിങ്ങൾ നന്മ പ്രാപിക്കേണ്ടത്. അവരുടെ നന്മ ഉണ്ടായിരിക്കുന്നു. പക്ഷെ അതിനേക്കാളും ദൈവമാകെ നിങ്ങൾ സ്തുതിച്ചു വരണം. സ്വന്തമായി എന്നും നമ്മോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കാണണമെന്നില്ല, പക്ഷെ കർത്താവ് എന്നും കൂടെ ഉണ്ടാകും. ഞാൻ പറയുന്നു, കർത്താവ് ആ ദൈവത്തിനായി 2026 നമ്മൾ ഒരുമിച്ച് നിന്ന് സ്തുതിച്ച് ദൈവനാമഹത്വത്തിന് കാരണമായി തീരട്ടെ. ഈ 2026 നമ്മുടെ വർഷമാണ്. നമുക്ക് ഉറപ്പിച്ചൊന്ന് പറഞ്ഞു, കർത്താവ് ഈ 2026 ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണം. ഒരു മരണങ്ങൾ, അസാധാരണമായ ഒരു മരണങ്ങൾ കുടുംബത്തിന് സംഭവിക്കരുത്. പെട്ടെന്നുള്ള അപകടങ്ങൾ ഒരു കാരണവശാലും കുടുംബങ്ങൾ സംഭവിക്കരുത്. ദൈവം അനുവദിച്ചിട്ടുള്ളതായ എല്ലാ നന്മകളും ദൈവമക്കൾ അനുഭവിക്കണം. ഈ ദേശം ദൈവദാസൻ നേരത്തെ പറഞ്ഞ ആ വാക്ക് പ്രവചന ശബ്ദമായി ഞാൻ എടുത്തൊന്നുകൂടെ ഉദ്ധരിക്കുകയാണ്. നിങ്ങളെ ദൈവം ഈ ദേശത്തിലാക്കിയെങ്കിൽ പിരിച്ചല്ല, ഒരുമിച്ച് തന്നെ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമായ ജോലി ദൈവം നിങ്ങൾക്ക് നൽകും. ദൈവം നിങ്ങളെ പ്രവർത്തിക്കും. ഇത് ദൈവദാസന്റെ വാക്ക് മാത്രമല്ല, ദൈവം നിങ്ങൾക്ക് നൽകിയ അരുളപ്പാടാകയാൽ ഇന്ന് പകൽക്ക് ഒരുമിച്ച് വിശ്വാസം, കർത്താവേ ഈ 2026 എൻ്റെ വർഷമാണ്. നമ്മൾ ഉറപ്പിച്ചൊന്ന് പറഞ്ഞോണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്ന സാഹചര്യം പെട്ടെന്ന് നിർത്താം. അവിടെ പറഞ്ഞൊരു ഭാഗമുണ്ട്. ഒന്ന്, ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ ഈ 2026
2025 ഉണ്ടായിരുന്നു, 2026 എന്ത് ചെയ്യണം? ആരംഭം മുതൽ അവസാനം വരെ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. മൊബൈലൊന്ന് ഓഫ് ചെയ്തേക്കാം മോളെ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ ദൃഷ്ടിയാ നമ്മളിരിക്കുന്നത്. ആരുടെ ദൃഷ്ടിയാ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞ് അവിടെ കിടന്ന് ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കിടക്കുക, പക്ഷെ അപ്പന്റെ ഒരു ദൃഷ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ ഇല്ലയോ? ഞാൻ പറയുന്ന ആ കുഞ്ഞ് അവിടെ കിടന്ന് ഉള്ള ബഹളം എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക, തറയിൽ കിടന്ന് ഉരുളയാ. പക്ഷേ എവിടെയെങ്കിലും തട്ടൽ വരുന്നതിന് മുമ്പേ അപ്പന്റെ ദൃഷ്ടിയും കൈയോടെ പോകും. കാരണം എന്നറിയാമോ? ഒരു ദൃഷ്ടി അപ്പന്റെ കൈ അവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വന്ന് ഇത് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോർത്ത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ, ഈ ലോകത്തിലെ മനുഷ്യ ദൃഷ്ടിയല്ല, ഈ ലോകത്തെ എത്ര സ്നേഹിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? മാറിപ്പോകും. നമുക്കറിയില്ല, ഐസിയിലൊക്കെ പെട്ടുപോയ സാഹചര്യം അറിയത്തില്ലേ? ഭർത്താവ് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഭർത്താവ് പുറത്തിരിക്കുന്നത്, പക്ഷെ ആ കണ്ണാടി ചില്ലിനകത്ത് നിന്ന് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. ശരിയാണോ? അപ്പോൾ ആ ദൃഷ്ടി നമ്മളെ വിട്ട് മാറിപ്പോവും. പക്ഷേ കർത്താവിന്റെ ദൃഷ്ടി അതിനകത്തും ഇറങ്ങി വരും. ഏതു മരണത്തിന്റെ താഴ്വരയ്ക്കകത്തും അതിനകത്ത് ഇറങ്ങി വരും. താഴ്വരയ്ക്കകത്തിറങ്ങി ഒരു കണ്ണുനീരിന്റെ താഴ്വരയ്ക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന നിമിഷം കൊണ്ടാവും. നമ്മുടെ വേദന ഒരു പരിധി വരെയൊക്കെ ഒരു ഭർത്താവിനോടൊക്കെ പറയാൻ പറ്റുമല്ലേ? പിന്നെയും പറഞ്ഞാലോ, അവര് പാട് നോക്കിയിടന്ന് ഉറങ്ങും. ശരിയല്ലേ? ഇതൊക്കെ അനുഭവങ്ങളാ. സ്വോത്രം ഹല്ലേലൂയ. കുറച്ചു നേരമൊക്കെ എന്ത് കേൾക്കും, പക്ഷെ കർത്താവ് ഒരിക്കലും മാറത്തില്ല. കർത്താവിന്റെ ദൃഷ്ടി നമ്മോട് ഉണ്ടാകും. 2026 ഞാൻ ഈ സഭയെ അനുഗ്രഹിച്ചു പറയുന്നു, ഈ ലോകത്തിലെ ഏതൊക്കെ ദൃഷ്ടി നിങ്ങളെ വിട്ടു മാറിപ്പോയെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചോണം, എൻ്റെ അപ്പന്റെ ദൃഷ്ടി എൻ്റെ മേലുള്ളിടത്തോളം കാലം, എൻ്റെ തലമുള്ളിടത്തോളം കാലം എൻ്റെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ മാതാപിതാക്കൾ തൊടുവാൻ ശത്രുവേ നിനക്ക് അവകാശമില്ല നമ്മൾ പറഞ്ഞോണം. ഈ 2026 സഭയിരിക്കുന്ന ഓരോ വ്യക്തി പരിശുദ്ധ പറയുന്നു, ദൈവത്തിന്റെ ദൃഷ്ടി നമ്മളെ മേലിരിക്കുമാറാകട്ടെ. ഒന്നെന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. രണ്ടെന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. മൂന്നാമത് എന്താ പറയുന്നത്? നിങ്ങൾ ഭവനത്തിനകം സംസാരിക്കേണ്ട ദൈവത്തിന്റെ പ്രവൃത്തി സംസാരിക്കണം. അപ്പൊ 2020 തീരുമാനമുള്ള കർത്താവേ, ഭവനത്തിനകത്ത് യാതൊരു കാരണവശാലും, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഭവനത്തിനകത്ത് ദൈവഹിതമില്ലാത്ത ഒരു വാക്ക് സംസാരിക്കരുത്. ദയവായി നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ള വിത്തുകൾ പാകരുത്. നിശ്ചയമായിട്ട് ഞാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു നന്മയ്ക്കായി ദൈവപ്രവൃത്തി വെളിപ്പെട്ടെ. തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ ദൈവകൃപയാൽ സമയങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഏകദേശം ഒരു 8ഓളം പോയിന്റുകളുണ്ട്. അതൊക്കെ പിന്നെയും നമുക്ക് പറയുവാനുള്ള സമയമുണ്ടല്ലോ. കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള നിമിഷങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു പാട്ട് പാടുമ്പോൾ അല്ലെ സ്തോത്രാഴ്ച ഉള്ളവർ ദയവായി സ്തോത്രാഴ്ച ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്തോത്രം. അതുപോലെ തന്നെ നമുക്കൊരു പ്രോമിസ് കാർഡ് നമ്മുടെ സഭയുടെ പേരിൽ തന്നെ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോമിസ് കാർഡും ദയവായിട്ട് ഫ്രണ്ടിലോട്ട് വന്ന് അത് എടുത്തുകൊണ്ട് പോകാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായം. ഒരു പാട്ട് പാടാം. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവ് ചൊല്ലിടുവാനായി. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവ് ചൊല്ലിടുവാനായി. നിത്യസ്നേഹം ഓർക്കുമ്പോൾ, വൻ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, സാധുവാകുമെന്നെ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവ് ചൊല്ലിടുവാനായി. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവ് ചൊല്ലിടുവാനായി. നിത്യസ്നേഹം ഓർക്കുമ്പോൾ, വൻ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, ഓക്കെ, നമുക്ക് കണ്ണുകൾ മൂടാം. നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ?
വാക്യങ്ങൾ അനുഗ്രഹിക്കട്ടെ, വചനങ്ങളാണ്. ഓരോരുത്തരും ആ വചനം ഒന്ന് വായിക്കാൻ പറ്റുമോ? ക്യാൻ യു റീഡ് പ്ലീസ് സിസ്റ്റർ പ്ലീസ്? ആമേൻ. മലയാളം കൊടുത്തു. അതെന്തോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോളെ അതെന്തോ വായിച്ച് അതിനകത്ത് തന്നെ ഉണ്ട്, മലയാളം ഉണ്ട് അവിടെ. ആമേൻ ആമേൻ. നിങ്ങളുടെ എല്ലാ നന്മകളാണ് കേട്ടോ. ആമേൻ, സ്തോത്രം. അടുത്ത മോള് വായിച്ച്. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടമായിരിക്കും. ആമേൻ ആമേൻ. അടുത്ത് ആമേൻ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ഈസ് ഓക്കെ. ആമേൻ ആമേൻ ആമേൻ, സ്തോത്രം. അടുത്ത് ആമേൻ ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. 2 ദൈവദാസന്മാരുടെ കുടുംബത്തേക്കുള്ള ദൂത. ആമേൻ, ഞങ്ങൾ റിസീവ് ചെയ്യുന്നു. ആമേൻ ആമേൻ. അടുത്ത് ആമേൻ, സ്തോത്രം സ്തോത്രം. എല്ലാത്തിലും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ, സ്തോത്രം സ്തോത്രം. ആമേൻ, സ്തോത്രം സ്തോത്രം. എൻ്റെ വാക്യം, നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. ആമേൻ, സ്തോത്രം. എൻ്റെ കളപ്പുര ഇതാട്ടോ, ചർച്ച്. ഇത് നിറയും. ആമേൻ, സ്തോത്രം സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ഒത്തിരി നന്ദി. കർത്താവ് എല്ലാവരും ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലിസ സിസ്റ്റർ വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു, മനസ്സിലായി. ശാരീരികമായി വളരെ പ്രയാസത്തിലാണ്. ഒരു നിമിഷം ആ സഹോദരിക്കേട്ട് നമ്മളോടൊപ്പം ആരാധനയിൽ കടന്നു വന്നതാണ്. നമുക്ക് ഒരുമിച്ച് ആ കരങ്ങൾ ഉയർത്തി ആ പ്രിയ സിസ്റ്ററിൻ്റെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇത്രയും വലിയ പ്രയാസത്തിനാണ് ഈ പ്രിയ സഹോദരി. നമ്മുടെ സമയം മുമ്പോട്ടും എനിക്കറിയാം. ദയവായിട്ട് നമുക്ക് ഒരുമിച്ചായിരുന്നു ആ പ്രിയ സഹോദരി ഇത്രയും അധികം വളരെ പ്രയാസത്തിന് പ്രിയ സഹോദരി വന്നു. നാളെയും ഡ്യൂട്ടി ഉണ്ടെന്ന് മനസ്സിലാകുന്നു. നിശ്ചയമായിട്ട് ആ സഹോദരി പൂർണ്ണ വിടുതൽ കൽപ്പിക്കണം. ഇന്ന് സാക്ഷി പറഞ്ഞപ്പോഴാണ് സഹോദരിയുടെ ജീവിതത്തിൽ വന്നതായ ചില പ്രതികൂലങ്ങളൊക്കെ മനസ്സിലായത്. നിശ്ചയമായിട്ടും പ്രിയപ്പെട്ട സഹോദരിക്ക് ഇനി മേലാൽ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ കാണാൻ 2026 യേശുവിൻ്റെ വലിയൊരു ദൈവത്തിന് നമ്മുടെ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. സഭ ഒന്നടങ്കമായി പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സഭ പോലും അറിയാതെ ദൂതൻ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിൽ ഇറങ്ങി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ആ ശരീരത്തിനകത്തൊരു ദൈവ സാന്നിധ്യം വെളിപ്പെടും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മൾ ഒരുമിച്ച് സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും കർത്താവ് പരിഹാരം നൽകുന്നു. ഒരുമിച്ച് ആ പ്രിയ സഹോദരിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രിയപ്പെട്ട സഹോദരി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാരീരികമായി വളരെ പ്രയാസത്തോടെ ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ദൈവമേ ഞായറാഴ്ച പകൽക്കാല ആരാധനയ്ക്ക് പോലും വരുവാൻ കഴിയാതെ സഹോദരി വളരെ ഭാരത്തോടെ ആയിരുന്നു. കർത്താവേ, ദൈവമേ എത്ര ഡ്യൂട്ടി ആയിരുന്നാൽ പോലും അതിനിടയിൽ പോലും കർത്താവേ ഉള്ള സമയം അനുസരിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന സഹോദരിയാണ്. കർത്താവേ, അങ്ങൊന്നും മനസ്സറിയണം. കർത്താവേ, സ്തുതിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവദാസന്മാരെ വളരെ ബഹുമാനിക്കുന്ന ദൈവസഭയെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് കർത്താവേ. പ്രിയപ്പെട്ട സഹോദരി ആ കുടുംബമായി ദൈവരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രിയപ്പെട്ട അച്ചായനെയും പ്രിയപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് ദൈവ സഹായിച്ചിറമയ്ക്കായി സ്തോത്രം. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, പ്രിയപ്പെട്ട ഇളയച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, അച്ചായനെയും പ്രിയപ്പെട്ടതായ ദൈവമേ സിസ്റ്ററിനെയും അതുപോലെ കുഞ്ഞിനെ അപ്പൻ്റെ കരങ്ങൾ സമർപ്പിക്കും. ദൈവം അവരെ സമൃദ്ധി ദൈവം അനുഗ്രഹിച്ചിറമയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ദൈവമേ വിസാ കാര്യങ്ങൾ ദൈവ സാന്നിധ്യം കൂടെ നിർമ്മയ്ക്കായി സ്തോത്രം. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചിറമയ്ക്കായി സ്തോത്രം. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, കൃപ സിസ്റ്ററെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, കർത്താവേ, ഞങ്ങൾ ഈ ദിവസങ്ങൾ വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണല്ലോ. വിവിധമായ പ്രയാസത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നറിയുന്നു. സ്വർഗ്ഗദൈവം സഹായിച്ചിറമയ്ക്കായി സ്തോത്രം. ജനുവരി മാസം കർത്താവ് ഈ ആഴ്ചയിൽ ദൈവമേ അതിൻ്റെ കാര്യങ്ങൾ നടക്കും. ദൈവസാന്നിധ്യം കൂടി ഈ പേപ്പർ വർക്കെല്ലാം വളരെ ഭംഗിയായി ചെയ്ത് ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം സഹായിക്കുമാറാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം സഹായിച്ചിറമയ്ക്കായി സ്തോത്രം. കർത്താവേ, അത് മാത്രമല്ല കർത്താവേ, പ്രിയപ്പെട്ട വിജയ ബ്രദറെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി അനുഗ്രഹിച്ചവയ്ക്കായി സ്തോത്രം. കർത്താവേ, ഈ ദിവസങ്ങൾ കർത്താവിനുവേണ്ടി അധികമായി ഓടുവാൻ ദൈവം സഹായിക്കുമാറാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ട ദൈവദാസിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവദാസിൻ്റെതായ ദൈവം എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മാമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ സമൃദ്ധിയായി ഈ വർഷം അനുഗ്രഹിച്ചവയ്ക്കായി സ്തോത്രം. കർത്താവ്, അടിയാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചവയ്ക്കായി സ്തോത്രം. ദൈവം ഈ വർഷം ഞങ്ങളുടെ വർഷമാണ്. കർത്താവേ, ഒരു അനർത്ഥവും ഞങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കാതെ, ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിൽ എടുക്കാതെ പരിശുദ്ധാത്മ സൂക്ഷിച്ചവയ്ക്കായി സ്തോത്രം. സകലതും അപ്പൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിച്ച് ദൈവദാസൻ ആശീർവദിക്കും.